ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടിയെടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക തീരുമാനം കമ്മിറ്റിയിൽ എടുക്കും. അങ്ങനെ ഞങ്ങൾ ശുദ്ധീകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വിൻസി അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് അറിയുന്നത്. അങ്ങനെ വിൻസിയോട് ഇന്നലെ ഞാനൊരു 9 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഐസിയെക്കുറിച്ച് വിൻസിക്ക് ഒരു പരാതിയില്ല. ഐസി കൂടെ നിന്നു, അതിൻ്റെ ക്രൂ എല്ലാം കൂടെ നിന്നു. അങ്ങനെയാണ് ഈ പരാതി ഇന്നലെ ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് അമ്മയിൽ നിന്നും ഫെഫ്കയിൽ നിന്നും വിൻസിയെ വിളിച്ചു. അവർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. തിങ്കളാഴ്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് BR ജേക്കബ് എന്നെ വിളിച്ചു രാവിലെ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടിയന്തരമായ കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു. അതനുസരിച്ച് 1 മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സിനോടും, എല്ലാ അഫിലിയേറ്റ്സും എന്ന് പറഞ്ഞാൽ 7 അഫിലിയേറ്റ്സാണ്, ആ 7 അഫിലിയേറ്റ്സ് 3 മെമ്പർമാർ വെച്ച് 21 പേരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് 3 മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടിയെടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക തീരുമാനം കമ്മിറ്റിയിൽ എടുക്കും. അങ്ങനെ ഞങ്ങൾ ശുദ്ധീകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പൊതുസമൂഹത്തിന് ഉറപ്പ് നൽകുന്നതാണ്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും ഉണ്ട്. അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി, ഈ ഒരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല, അതിനപ്പുറത്തേക്ക് സമൂലമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നടപടികൾ ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WCC കൊടുത്ത പരാതി പ്രകാരം ഹൈക്കോടതി വനിതാ കമ്മീഷനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വനിതാ കമ്മീഷൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ P സതീദേവി കേരള ഫിലിം ചേംബറിൽ വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിങ്ങുകൾ വിളിച്ചു. അങ്ങനെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ ഇതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഏജൻസിയായി, നോഡൽ ഏജൻസിയായിട്ട് ഏൽപ്പിച്ചു. ഞങ്ങൾ വളരെ ഭംഗിയായി, നിങ്ങൾ ഓർക്കണം, 2022 മുതൽ ഞങ്ങൾ ഈ അടുത്ത കഴിഞ്ഞ മാസം സർക്കാരിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വസുകി IAS അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഞങ്ങൾ ആ മിനിറ്റ്സിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എല്ലാ സിനിമാ ലൊക്കേഷനിലും IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, അതിനുശേഷം 650 സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങി, അല്ലേ, പ്രൊഡക്ഷൻ ഉണ്ടായി. അതിൽ എത്ര പരാതി ഉണ്ടായി? മാക്സിമം നിങ്ങൾക്കറിയാലോ, ഒരു ലൊക്കേഷനിൽ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. കാരണം ഒരു സിനിമ ഒരേ സമയം 30 സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ പോലും 60-50 ലൊക്കേഷൻ ചേഞ്ച് വരും. അപ്പം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ റാണിയും അതുപോലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരും വളരെ കഷ്ടപ്പെട്ട്, നിങ്ങൾക്കറിയാമോ, ഇത് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഫ്ലെക്സ് അവിടെ പ്രദർശിപ്പിക്കണം, ഒരു ലൊക്കേഷൻ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഫ്ലെക്സ് പ്രദർശിപ്പിക്കണം. ഇവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾ ഹറാസ്മെൻറ്റ് വിധേയമായാൽ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചാൽ അപ്പോൾ അറിയിക്കണം. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ B രാകേഷ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലേ ലെറ്റർപാടിൽ, ഇവിടുത്തെ ഉന്നത അധികാരികളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലൊക്കേഷൻ കയറണം, നിങ്ങൾ എക്സൈസ് വരണം, നിങ്ങൾ പോലീസ് ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമേ ഉള്ളൂ, സുഗമമായി ഷൂട്ടിംഗ് നടക്കണം. ഞങ്ങളുടെ പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അഫിലിയേറ്റ്സിൻ്റെ പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുഗമമായി നടത്തണം. ഉപ്പ് തിന്നണം, വെള്ളം കുടിക്കണം. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ശല്യമാണ്, ഇത് പൊതുശല്യമാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെയൊക്കെ എന്നെ ഇതുപോലെ തന്നെ നമ്മൾ സഹകരിക്കാതിരിക്കേണ്ടവരായിരുന്നു. ഇനി ഇത് വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പിന്നെ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിയമപരമായി കാര്യങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ 3 സ്റ്റേറ്റ്സ് ഓഫ് ഓർഗാൻ എന്ന് പറയുന്ന ജുഡീഷ്യറിയാണ്, ഒന്ന് ലെജിസ്ലേച്ചറാണ്, ഒന്ന് എക്സിക്യൂട്ടീവാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായ തീരുമാനം എടുക്കാൻ പറ്റും. സംഘടനാപരമായ തീരുമാനം ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ ഇപ്പോഴും രാവിലെ സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചു. ഞങ്ങളുടെ പ്രസിഡന്റ് BR ജേക്കബ് സംസാരിച്ചു എന്നോട്. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം ശക്തമായി എടുക്കും. തിങ്കളാഴ്ച 3 മണിക്ക് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ സംഘടനപരമായ തീരുമാനം എന്തെടുക്കാമെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം.